ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം, ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം. ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം, ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഞാൻ നിന്നെ സ്നേഹിക്കും ദൈവം, ഞാൻ നിന്നെ പാലിക്കും ദൈവം, ഞാൻ നിന്നെ സ്നേഹിക്കും ദൈവം, ഞാൻ നിന്നെ പാലിക്കും ദൈവം, ഞാൻ നിന്റെ മുറിവുകൾ സൗഖ്യപ്പെടുത്തും സുരജീവദായകൻ ദൈവം. ഞാൻ നിന്റെ മുറിവുകൾ സൗഖ്യപ്പെടുത്തും സുരജീവദായകൻ ദൈവം. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗാഡ്. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. നിത്യന് പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളെ ആയുസിൻ്റെ ഒരു പുതിയ ദിനം കൂടെ കാണുവാൻ അവിടെ ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവ് ദൈവമേ, അവിടെ ഞങ്ങളെ പഠിപ്പിക്കണം. അവിടുന്ന് ഈ വചനം ഞങ്ങൾക്കായി വ്യാഖ്യാനിച്ചു തരണം. അവിടുന്ന് പ്രകാരം ചെയ്യുന്നതിനായി നന്ദി, അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. സദൃശവാക്യങ്ങൾ 6-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം വെറുക്കുന്ന 7 കാര്യങ്ങൾ പറയുന്നു. അതിൽ രണ്ടാമത്തേത് വ്യാജം പറയുന്ന നാവാണ്. സദൃശവാക്യം 18:21. ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നു. യാക്കോബ് ലേഖനം 3-ാം അധ്യായത്തിൽ നാവ് വരുത്തുന്ന വിനകളെക്കുറിച്ച് വിശദമായി പഠിപ്പിക്കുന്നുണ്ട്. അത് എരിയുന്ന തീ പോലെ ബന്ധങ്ങളെ ഭസ്മമാക്കിക്കളയും. വമ്പ് പറയുന്ന നാവ് അടങ്ങാത്ത ദോഷവും മരണകരമായ വിഷം നിറഞ്ഞതാണെന്ന് യാക്കോബ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വീണ്ടും അതേ അധ്യായത്തിൽ യാക്കോബ് ഹൃദയത്തിൽ കയ്പും ഈർഷ്യയും ശാഠ്യവും പാടില്ലെന്ന് ഭോഷ്ക് പറയരുതെന്നും അവ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമല്ലെന്നും ഭൗമികവും പ്രാകൃതവും പൈശാചികവും ആണെന്നും നമ്മളെ പഠിപ്പിച്ചുകൊണ്ട് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തെക്കുറിച്ച് നമ്മളോട് വചനം പറയുന്നത് യാക്കോബ് 3:17-18. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷാപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു. എന്നാൽ സമാധാനമുണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യും. സമാധാനവും സൽഫലങ്ങളും നൽകുവാൻ നാവിന് കഴിയും എന്ന് പറഞ്ഞുപോലും യാക്കോബ് ലേഖനം 3-ാം അധ്യായം 2-ാം വാക്യം, നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ
അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാനിട്ട് നടത്തുവാൻ ശക്തനായ സൽഗുണപൂർത്തിയുള്ള പുരുഷൻ ആകുന്നു. വ്യാജവാർത്തകൾ എത്രയും വേഗമാണ് പ്രചരിക്കുന്നത് അല്ലേ? പ്രത്യേകിച്ച് ഡിജിറ്റൽ യുഗത്തിൽ വ്യാജവാർത്തകൾ ജീവിച്ചിരിക്കുന്ന പലരെയും കൊല്ലുക കൂടി ചെയ്യുന്നു. ഇന്ന് വ്യാജം പറയുന്നത് ഒരു ശീലമായി മാറിയിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം 101 സങ്കീർത്തനം 7 വാക്യം നമ്മളെ പഠിപ്പിക്കുന്നത്, വഞ്ചന ചെയ്യുന്ന ഒരുവനും എൻ്റെ ഭവനത്തിൽ വസിക്കുകയില്ല, നുണ പറയുന്ന ഒരുവനും എൻ്റെ സന്നിധിയിൽ തുടരാനാവില്ല. നമ്മുടെ കർത്താവ് ഇങ്ങനെയാണ് പറയുന്നത്, മത്തായി 5:37, നിങ്ങളുടെ വാക്ക് ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ. വാക്കുകൾ തെറ്റായി ഉപയോഗിച്ചാൽ വലിയ വില നൽകേണ്ടി വരും. എഫെസ്യ ലേഖനം 4 29-30 തിരുവചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പ്രഭാതത്തിൽ എണീറ്റ് പള്ളിയിൽ പോയി കുർബാന കൈക്കൊണ്ടിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് പെന്തക്കോസ്ത് അനുഭവത്തിൽ പോയ ഭാര്യയെ പച്ച പുഴുത്ത തെറി വിളിക്കുന്ന ഭർത്താക്കന്മാർ നമുക്ക് ചുറ്റുമുണ്ട്. അതുപോലെ ഭർത്താക്കന്മാരെ വളരെ താഴ്ന്ന രീതിയിൽ സംസാരിക്കുന്ന ഭാര്യമാരുമുണ്ട്. സ്തോത്രം. നാവിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ നമ്മൾ കൂടുതൽ പാപം ചെയ്തുകൊണ്ടേയിരിക്കും. അമ്പേറ്റ് മുറിഞ്ഞതും വെട്ടേറ്റ് വീണതും കിളിർത്തുവരും ഭീവത്സമായ വാക്കുകൾ കൊണ്ട് ഒരുവന്റെ ഹൃദയത്തിൽ മുറിവുണ്ടാക്കിയാൽ ഒരിക്കലും കരികയില്ല. അഥവാ മുറിവ് കരിഞ്ഞാലും പാടൊരിക്കലും മാഞ്ഞു പോകത്തില്ല. അതുകൊണ്ട് മുറിപ്പെടുത്തുന്ന വാക്കുകൾ പറയാതിരിക്കാൻ ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ നാം ദൈവകൃപ യാചിക്കണം. 141 സങ്കീർത്തനം 3 വാക്യത്തിലുണ്ട്, കർത്താവേ എൻ്റെ വായ്ക്ക് ഒരു കാവൽ നിർത്തി എൻ്റെ അധരദ്വാരം കാക്കണമേ. ഹല്ലേലൂയ. മരിച്ചാലും മറക്കാത്തൊരു കാര്യമുണ്ട്, ഓർമ്മയിൽ നിൽക്കുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ എന്നോട് പറഞ്ഞ വാക്കുണ്ടല്ലോ, ഞാൻ മരിച്ചാലും മറക്കത്തില്ല. എല്ലാവരും പൊതുവേ പറയുന്നൊരു കാര്യമാണ് ഇതല്ലേ, മരിച്ചാലും ഞാൻ മറക്കില്ല മകനെ. പക്ഷെ ദൈവത്തിൻ്റെ വചനോ, അതെനിക്കറിയത്തില്ല. ദൈവത്തിൻ്റെ വചനം മറന്നു പോകും, പക്ഷെ മനുഷ്യൻ്റെ വാക്ക് ഹൃദയത്തിൽ പിടിച്ചു വച്ചിരിക്കുക. അതുകൊണ്ടാണ് ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിച്ചത്, കർത്താവേ എൻ്റെ വായ്ക്ക് ഒരു കാവൽ നിർത്തി എൻ്റെ അധരദ്വാരം കാക്കണമേ. എത്ര പേരങ്ങനെ പ്രാർത്ഥിക്കും? പ്രശ്നങ്ങളുടെ നടുവിൽ മിണ്ടാതിരിക്കാൻ പഠിക്കണം. മിണ്ടാതിരുന്നാൽ നാം നമ്മുടെ ദൈവം ആരാണെന്ന് അറിയും. യേശു വേദനയുടെയും യാതനകളുടെയും നടുവിൽ മിണ്ടാതിരുന്നു. 5 കോടതികളായി 7 തവണ യേശുവിനെ വിസ്തരിച്ചു. പല പ്രാവശ്യം നിന്ദിക്കപ്പെട്ടു. തനിക്കെതിരെ കള്ളസാക്ഷികളെ നിരത്തി ചെയ്യാത്ത ആരോപണങ്ങൾ ഉയർത്തി. മഹാപുരോഹിതൻ യേശു ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടിങ്ങനെ ചോദിച്ചു. മത്തായി 26, 62, 63 വാക്യങ്ങൾ. നീ ഒരു ഉത്തരവും പറയുന്നില്ലയോ? ഇവർ നിന്റെ നേരെ സാക്ഷ്യം പറയുന്നത് എന്ത് എന്ന് ചോദിച്ചു. യേശുവോ മിണ്ടാതിരുന്നു. സ്തോത്രം. സംസാരിക്കാൻ അധരം തന്ന കർത്താവിൻ്റെ മുൻപിൽ ഒത്തിരി കുറ്റാരോപണം വന്നപ്പോൾ അവിടുന്ന് മിണ്ടാതിരുന്നു. എന്നാൽ സംസാരിക്കാൻ നാക്കുകൊടുത്തവൻ സൃഷ്ടാവിനെ നിന്ദിച്ചുകൊണ്ട് എന്തെല്ലാമാ പറഞ്ഞേ. സ്തോത്രം. യോഹന്നാൻ 19:11, മേലിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എൻ്റെ മേൽ നിനക്കൊരു അധികാരവും ഉണ്ടായില്ലായിരുന്നു. ഈ ഭൂമിയിലെ സകല അധികാരങ്ങൾക്കും മീതെ അധികാരമുള്ളവനാണ് നമ്മളോട് കൂടെ വസിക്കുന്നത്. ആരാണത്? കർത്താവായ യേശു. അതിനാൽ നമുക്ക് മിണ്ടാതിരിക്കാം. ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ സമുദ്രമധ്യേ വീണാലും എല്ലാം തകർന്നടിഞ്ഞാലും മിണ്ടാതിരുന്ന നിന്റെ ദൈവം ആരാണെന്നറിയുക. അങ്ങനെ മിണ്ടാതിരിക്കാനുള്ള ക്ഷമയുണ്ടോ? ഞാൻ മിണ്ടാതിരിക്കും തോറും നിങ്ങൾ എൻ്റെ തലയിൽ കയറുകയാണ് എന്നുള്ള മൽപ്പിടുത്തമല്ലേ? ദൈവത്തിൻ്റെ വചനത്തിന് ചെവി കൊടുക്ക്. 46 സങ്കീർത്തനം 1 വാക്യം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. എന്നോട് ചേർന്നൊരു ആമേൻ പറയാം. ആമേൻ. പ്രയാസങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിൽ ദൈവം ഉണ്ട്. നാം വലിയ പ്രയാസങ്ങളിലും വേദനകളിലും ഉഴലുമ്പോൾ ദൈവം നമ്മോട് കൂടെയുണ്ട്. കർത്താവ് നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാണ് ഇപ്പോഴും ഈ പ്രഭാതം കാണാൻ കഴിഞ്ഞത്. ഇന്നലെ ഉണ്ടായ അനുഭവങ്ങൾ ഓർത്തിരുന്നെങ്കിൽ രാത്രി തന്നെ കാറ്റുപോയനും. പക്ഷേ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് ഈ ദൈവം
നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാണ്. വീണ്ടും 46 സങ്കീർത്തനം 7 വാക്യം, സൈന്യങ്ങളുടെ യഹോവ നമ്മുടെ കൂടെയുണ്ട്, യാക്കോവിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, സർവാധികാരമുള്ളവന്റെ മുൻപിൽ താണിരിക്കാം, മിണ്ടാതിരുന്ന് നമ്മുടെ ദൈവത്തിൻ്റെ ശക്തിയെ അനുഭവിച്ചറിയാം. കർത്താവ് നമ്മൾ യുദ്ധത്തിന് പോകണ്ട, യുദ്ധം കർത്താവിനുള്ളത് നമുക്ക് വേണ്ടി കർത്താവ് സംസാരിക്കും. ഈ തിരുവചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്നേഹവാനായ പിതാവേ, എന്ന് തിരുവചനം ശ്രവിച്ച ഓരോ വിശുദ്ധ മക്കളെയും തിരുക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പും വിളിയും ഉറപ്പാക്കിക്കൊണ്ട് ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ ഞങ്ങൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഞങ്ങളുടെ മാനുഷികമായ രീതിയിൽ പ്രതികരിക്കാതെ ഞങ്ങൾക്കുണ്ടാകുന്ന എല്ലാ അനുഭവങ്ങളും തിരുസന്നിധിയിൽ സമർപ്പിച്ച് അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നതിനായി നന്ദി പറയുന്നു. കുടുംബമായി ഞങ്ങളെ സമർപ്പിക്കുന്നു. കൂട്ടായ്മയായി ഞങ്ങളെ തിരുക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉന്നതത്തിലെ ദർശനങ്ങൾ വ്യക്തമായി സ്പഷ്ടമായും ഗ്രഹിച്ചുകൊണ്ട് ഞങ്ങളുടെ മുന്നിലുള്ള ഓട്ടം ഓടിത്തീർക്കുവാൻ പരിശുദ്ധാത്മാവ് ദൈവമേ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മക്കളുടെ മുൻപിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും അവരുടെ ബുദ്ധിമണ്ഡലത്തിൽ മറുതലിച്ച് ഒന്നിനോടും ഹല്ലേലൂയ യുദ്ധം ചെയ്യാതെ ആ പ്രശ്നങ്ങളെ തരണം ചെയ്യാനുള്ള ശക്തി നിന്റെ മക്കൾക്ക് അവിടുന്ന് കൊടുക്കുന്നതിനായി സ്തോത്രം. ജീവിതത്തിൽ വിജയിക്കുവാൻ അവിടുന്ന് അവരുടെ കൂടെ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദൂരസഞ്ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ, തലമുറകളെ, ബന്ധുമിത്രാദികളെ ഈ സമയത്ത് തിരുക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള തിരുവചന പ്രകാരം ഞങ്ങൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ വാർദ്ധക്യത്തിലായിരിക്കുന്ന പ്രിയ മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ശാരീരികമായി ഉണ്ടാകുന്ന എല്ലാ വേദനകളെയും തരണം ചെയ്യാൻ, അതിന് എതിരെ പിറുപിറുക്കാതെ അവിടുത്തെ തിരുഹിതം പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുവാനുള്ള ആരോഗ്യം, ആത്മനിറവ് അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആകാശമാർഗത്തിലൂടെ, കരമാർഗത്തിലൂടെ, ജലമാർഗത്തിലൂടെ യാത്ര ചെയ്യുന്ന എല്ലാ മക്കളെയും ഈ സമയത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇസ്രായേൽ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റഷ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉക്രൈനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവേ, എല്ലാ ഗൾഫ് രാജ്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജർമ്മനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതൃരാജ്യമായ ഇന്ത്യയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ സംസ്ഥാനങ്ങളെയും പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ കേരളത്തെയും തമിഴ്നാടിനെയും കർണാടകത്തെയും ബീഹാറിനെയും തിരുക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ നാനാഭാഗത്തും മാറ്റമില്ലാത്ത തിരുവചനവുമായി സുവിശേഷമായി അവിടുത്തെ ദൗത്യം നിറവേറ്റുന്ന എല്ലാ വിശുദ്ധരെ ഈ സമയത്തോർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി ജനത്തിനെ ഒരുക്കുവാനായി വിവിധ ഇടങ്ങളിൽ മായമില്ലാത്ത, മായം ചേർക്കാത്ത സ്വർഗീയ മന്ന സത്യസുവിശേഷം വിളമ്പുന്ന എല്ലാ വചനപ്രഘോഷകരെയും ഈ സമയത്തോർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്നത്തെ ദിനത്തിനായി നന്ദി പറയുന്നു. ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളെയും ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കുക. നന്ദി അപ്പാ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഞാൻ നിന്നെ ലാളിക്കും ദൈവം, ഞാൻ നിന്നെ ശാസിക്കും ദൈവം, ഞാൻ നിന്നെ ലാളിക്കും ദൈവം, ഞാൻ നിന്നെ ശാസിക്കും ദൈവം, ഞാൻ നിന്റെ കണ്ണീർ തുടച്ചെന്നും നിന്നെ ആശ്വസിപ്പിച്ചിടും ദൈവം, ഞാൻ നിന്റെ കണ്ണീർ തുടച്ചെന്നും നിന്നെ ആശ്വസിപ്പിച്ചിടും ദൈവം. ഭയപ്പെടേണ്ട മകനെ, മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയല്ലേ. ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം,
ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം, ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം. ഭയപ്പെടേണ്ട,